ഞങ്ങളെ ചന്ദനക്കുട മഹോത്സവത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അവിടത്തേക്ക് വേണ്ടി ശിങ്കാരിമേളവും നെയ്യാണ്ടിമേളവും ബുക്ക് ചെയ്തു കൊടുക്കാനും താരമേളയ്ക്ക് പോയി നിന്നുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കാനും ഈ സമുദായത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ യാതൊരുവിധ മടിയുമില്ലാതെ അല്ലാഹുവിനെയും ഹബീബിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഓടിയെടുക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച മുമ്പ് അനാചാരങ്ങളെ കണ്ടാൽ എതിർക്കാൻ നിനക്ക് പറ്റട്ടെ, അനാചാരങ്ങളെ കണ്ടാൽ എതിർക്കാൻ നിനക്ക് പറ്റട്ടെ. റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാരെ. വിഷയം യുവത്വം തന്നെയാ. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച യുവാക്കള് തന്നെയാകട്ടെ നമ്മുടെ ചർച്ച, അല്ലേ? ഇന്നിപ്പോ എന്തായി? പിരിവിന് വേണ്ടി വരും ചന്ദനക്കുട മഹോത്സവത്തിന് പിരിവ്. ഔലിയാക്കളുടെ പേരിൽ ഒന്നു ചേരാൻ തെറ്റൊന്നുമില്ല. അവരുടെ ഖബറ് സിയാറത്ത് ചെയ്യേണ്ട രീതിയിൽ സിയാറത്ത് ചെയ്യാൻ തെറ്റില്ല. ഔലിയാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് തവസ്സുല് ചെയ്ത് ദുആ ചെയ്യാൻ തെറ്റില്ല. ഔലിയാക്കളുടെ അനുവദനീയമായ സ്തുതികീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്താൻ തെറ്റില്ല. പക്ഷേ ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടക്കുമ്പോൾ എതിർക്കപ്പെടണം, അല്ലെ? ചന്ദനക്കുട മഹോത്സവത്തിന് ഒരു പിരിവിന് വരും. ഇതിനാ ആനയെ പിടിക്കാനും ഗാനമേളം നടത്താനും ശിങ്കാരിമേളം നടത്താനും പിരിവിന് വരും, അല്ലേ? ആ വരുന്ന സമയത്ത് എന്താ, ഒരു 50 രൂപയെങ്കിലും കൊടുത്തില്ല എങ്കിൽ എന്തു പറ്റും? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നമുക്ക് ഉറപ്പാക്കി. അതല്ലേ ഏറ്റവും ആദ്യം നടക്കുന്നത്? ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിനോട് സഹകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആദ്യം ഇസ്ലാമിൽ നിന്ന് പുറത്തു നിൽക്കളയും. ഇങ്ങനെ പോലും പേടിച്ച് ചെയ്യുന്നവരുണ്ട്. സംഭാവന കൊടുക്കാൻ മടിയില്ല, ബാനറുകൾ കടയിലെ പരസ്യം കൊടുക്കാൻ മടിയില്ല. എന്റെ സഹോദരങ്ങളെ സൂക്ഷിച്ചുകൊള്ളുക. ഒരു മുസ്ലിമിന്റെ ധാർമ്മിക ബോധമെന്താണ്? ഒരു മുസ്ലിം യുവാവിന്റെ ധാർമ്മിക ബോധമെന്താകണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, രണ്ട് ചെറുപ്പക്കാര്, രണ്ട് മനുഷ്യര് നടന്നു പോവുകയാണ്. അവരെ പ്രകാരം നടന്നൊരു നാട്ടിലെത്തുകയാണ്. ആ നാട്ടിലെത്തുമ്പോൾ കുറെ മനുഷ്യർ വന്നവരെ തടഞ്ഞു നിർത്തുന്നു. ആരാ തടഞ്ഞു നിർത്തുന്നത്? അന്നാട്ടെ ഔലിയാക്കളുടെ പേരിൽ അനാചാരങ്ങൾ നടത്തിക്കൂട്ടുന്ന കമ്മിറ്റിക്കാര് തടഞ്ഞു നിർത്തുകയാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്. ഇമാം മുഹമ്മദിനെ പോലെയുള്ളവർ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതേ അന്നാട്ടിലെ കമ്മിറ്റിക്കാര് വന്ന് തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ ഉത്സവത്തിന് വേണ്ടി പിരിവ് തരിക, ഞങ്ങളുടെ അനാചാരങ്ങൾക്ക് വേണ്ടി പിരിവ് തരിക. അപ്രകാരം അവര് പിരിവാവശ്യപ്പെടുമ്പോൾ ആ ചെറുപ്പക്കാരിൽ നിന്ന് പരുങ്ങുകയാണ്. ആ ചെറുപ്പക്കാരെ തടസ്സം കാണിക്കുകയാണ്. വീണ്ടും അവരവരെ ഭയപ്പെടുത്തുകയാണ്. അതിൽ നിന്നുള്ള ഒരു മനുഷ്യനിതാ പരിധി നടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് സംഭാവന കൊടുക്കാൻ കഴിയുമോ? സംഭാവന പിരിവിന്റെ കുട്ടിയുമായി കടയിലേക്ക് വരുമ്പോൾ 10 രൂപയെങ്കിലും വിട്ടുകൊടുത്തില്ല എങ്കിൽ മോശമെന്ന് കരുതി പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം, പിരിവിന് വേണ്ടി വരുന്നവർക്ക് അല്പമെങ്കിലും പണം കൊടുത്തില്ല എങ്കിൽ അതെത്രയോ മോശമെന്ന് കരുതുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് സൂക്ഷിച്ചുകൊള്ളത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനിതാ കറങ്ങി നടക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ല സംഭാവന കൊടുക്കാൻ. അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു ചത്ത ഈച്ചയുടെ ശവം കാണുകയാണ്. 1 രൂപ പോയിട്ട് 10 പൈസയുടെ വില പോലുമില്ല. ഒരു ചത്ത ഈച്ചയുടെ ശവം കാണുകയാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് ആ ചത്ത ഈച്ച എടുക്കുകയാണ്. എന്നിട്ട് കമ്മിറ്റിക്കാരുടെ മുന്നിലേക്ക് തരികയാണ്. നിങ്ങൾക്ക് വേണ്ടി തരാ, എന്റെ കയ്യിൽ നയാ പൈസ പോലുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ സംഭാവനയായി ഈ ചത്ത ഈച്ചയെ നിങ്ങൾ സ്വീകരിക്കുമോ? ഈ ചത്ത ഈച്ചയെ നിങ്ങൾ സ്വീകരിക്കുമോ? ആ മനുഷ്യരാ ചത്ത ഈച്ചയെ അവരുടേതായ പിരിവ് വഞ്ചിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ചത്ത ഈച്ച എങ്കിൽ ചത്ത ഈച്ച നമ്മളോട് സഹകരിക്കാൻ തയ്യാറായല്ലോ, താങ്കളെ നൽകിക്കൊള്ളുക. ആ മനുഷ്യനതിന് കൊടുക്കുകയാണ്. അവരതിനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത്തെ മനുഷ്യനോട് പറയുന്നു, നീയും എന്തെങ്കിലും സംഭാവന നൽകുക. ഇല്ല, ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ
നിന്റെ കൂട്ടുകാരൻ തന്ന പോലെ ഒരു ചത്ത ഈച്ചയെങ്കിലും തരാൻ നിനക്ക് ശ്രമിച്ചതോടെ അതിനെങ്കിലും നിനക്ക് പരിശ്രമം നടത്തിക്കൂട്. ആ മനുഷ്യൻ പറയുന്ന ഇല്ല ഇല്ല, എന്റെ ജീവൻ പോയാലും എന്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞാലും ഇല്ല ഇല്ല, നിങ്ങളുടെ ഈ അനാചാരങ്ങൾക്ക് വേണ്ടി ഒരു ചത്ത ഈച്ചയെ പോലും തരാൻ എനിക്ക് പറ്റില്ല, ഒരു ചത്ത ഈച്ചയെ പോലും തരാൻ എനിക്ക് പറ്റില്ല. എന്റെ സഹോദരങ്ങളെ, സമുദായം ഇളകുകയാണ്, നാട് മുഴുവനും ഇളകി മറിയുകയാണ്. നമ്മുടെ ഉത്സവത്തിന്, നമ്മുടെ ആഘോഷത്തിന് നമ്മോട് പങ്കുചേരാത്ത, നമ്മെ അംഗീകരിക്കാത്ത ആ മനുഷ്യരെ എല്ലാവരും ആക്രമിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആക്രമിക്കപ്പെട്ട് കൊലപ്പെടുകയാണ്, ഷഹീദാക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ഈ സംഭവം പറഞ്ഞിട്ട് പറഞ്ഞു, സ്വഹാബാ, അനാചാരങ്ങൾക്ക് വേണ്ടി ഒരു ചത്ത ഈച്ചയെ പോലും ഞാൻ സംഭാവന ചെയ്യില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, അനാചാരത്തിനൊരു ചത്ത ഈച്ചയെ പോലും കൊടുക്കാത്തതിന്റെ പേരിൽ അവൻ സ്വർഗത്തിലാണ് സ്വഹാബ, അവൻ സ്വർഗത്തിലാണ് സ്വഹാബ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഒരു ചത്ത ഈച്ചയെ കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, 10 പൈസ പോലും വിലയില്ലാത്ത ചത്ത ഈച്ചയെ അനാചാരത്തിന് വേണ്ടി സംഭാവന കൊടുത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ നരകത്തിലാ, അവൻ നരകത്തിൽ വിറകകസനമായി വെന്തെരിഞ്ഞുകൊണ്ടിരിക്കുകയാ. മഹത്തായ പാഠമാണ്, മഹത്തായ പാഠമാണ്. അനാചാരങ്ങളെ ഒരു മനുഷ്യൻ സഹായിച്ചാൽ അത് 1 പൈസ പോലും വിലയില്ലാത്ത നിസ്സാരമായ വസ്തുക്കൾ കൊണ്ടായാലും അവനെ നരകത്തിന് അവകാശിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചത്ത ഈച്ച അല്ലേ അനാചാരത്തിന് വേണ്ടി കൊടുത്തതിന്റെ പേരിൽ നരകത്തിലാ. കൊടുത്തോളിൻ, പരസ്യം കൊടുക്കണോ, ബാനർ കൊടുക്കണോ, എന്ത് വേണേലും കൊടുത്തോ. പിന്നെ ചില ആളുകളുണ്ട്, ഞങ്ങൾ പിരിവൊന്നും കൊടുക്കൂല, അല്ലെങ്കിൽ ഞങ്ങള് അവർക്ക് പോസ്റ്ററിനോ പരസ്യമോ ബാനറോ ഒന്നും കൊടുക്കില്ല. എന്ത് ചെയ്യുമെന്നറിയോ, എന്ത് ചെയ്യുമെന്നറിയോ, പരിപാടി നടക്കുമ്പോ ഞങ്ങളൊന്ന് പോകും, എന്താ നടക്കുന്നതെന്നറിയണമല്ലോ. അങ്ങനെ ഒരു ന്യായമുണ്ട്. അവിടെ എന്ത് നടക്കും എന്നറിയണമല്ലോ. എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെന്ത് പറയും, അങ്ങനെ ഒരു പരിപാടി നടക്കുന്നെങ്കിൽ ഒന്ന് പോകാമല്ലോ, ഒന്ന് പോയിട്ട് എന്താ നടക്കുന്നതെന്ന് കാണാമല്ലോ. അല്ലാതെ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ അതിനെ വിജയിപ്പിക്കുന്നില്ല, എന്താ നടക്കുന്നതെന്നൊന്ന് കാണാമല്ലോ എന്ന് ന്യായം പറഞ്ഞു പോകുന്നവരുണ്ട്. അതിനെപ്പറ്റി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അവരെ പറ്റിയും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഒരു പരിപാടി നടക്കുമ്പോ ആള് കൂടുതലാണല്ലോ അതിന്റെ വിജയം. ഇപ്പൊ ഈ പരിപാടി നടന്നു അല്ലേ, അൽഹംദുലില്ലാഹ്, ഇവിടെ പരിപാടി നടക്കുന്നു. നടക്കാതിരിക്കാൻ പല പരിശ്രമങ്ങളും നടന്നു, ആള് കൂടാതിരിക്കാൻ പല കിംവദന്തികളും പറഞ്ഞു വരുത്തി അല്ലേ. അൽഹംദുലില്ലാഹ്, ഇത്ര ആള് വന്നില്ലേ, പരിപാടി വിജയിച്ചില്ലേ. ഒരു പരിപാടിക്ക് ആള് കൂടുതലാ അതിന്റെ വിജയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതേപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ വേറെ ഒരു വിജയവും അവർക്ക് കൊടുക്കുന്നില്ല, ഞങ്ങളൊന്ന് പോയി നിന്ന് കാണുക മാത്രമേ ഉള്ളൂ. അതിലും വലിയ വിജയം പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ കാണാൻ ആള് കൂടുതലാണല്ലോ വിജയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അക്രമങ്ങളും അനാചാരങ്ങളും നടത്തപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ദീനുമായി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പരിപാടികൾ നടത്തപ്പെടുമ്പോൾ ആരെങ്കിലും അവിടേക്ക് വെറുതെ ഒന്ന് പോയാൽ മമ്മശാമ അല്ലാലിമൻ വഹുവ യഅലമു അന്നഹു ളാലിമുൻ ലിയുഈനഹു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പരിപാടികളായി നടത്തപ്പെടുമ്പോൾ ആരെങ്കിലും അവിടേക്കൊന്ന് നടന്നു പോയാൽ അതെവിടെന്താണ് നടക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് അനാചാരമെന്ന് സമ്മതിക്കുന്നതോടൊപ്പം അത് അന്ധവിശ്വാസമെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം ആ ചെയ്യുന്നത് മുഴുവനും അക്രമമാണ് എന്നറിയുന്നതോടൊപ്പം ആരെങ്കിലും അവിടേക്കൊന്ന് പോയാൽ അവർക്ക് സഹായകരമായ രീതിയിൽ ആരെങ്കിലും സൈഡിൽ ചെന്നൊന്ന് കയ്യും കെട്ടി നിന്നാൽ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? ഫഖദ് ഖറജ മിനൽ ഇസ്ലാം. പരിപാടി നടത്തുന്നവര് മാത്രമല്ല, പിന്നെയോ സൈഡിൽ പോയി കയ്യും കെട്ടി നോക്കി നിന്നവരുണ്ടല്ലോ, അവനുൾപ്പെടെ ഫഖദ് ഖറജ മിനൽ
ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുകയാ. അതുകൊണ്ട് എന്റെ മുസ്ലിമേ, ആദർശത്തെ പടയം വയ്ക്കല്ലേ, വിശ്വാസത്തെ വലിച്ചെറിയല്ലേ, ഇസ്ലാമിനെ ഉപേക്ഷിച്ച് കളയല്ലേ. ജനനം മുതൽ മരണം വരെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ കലിമ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ പോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കല്ലേ എന്ന് പടച്ചവൻ പഠിപ്പിച്ച പോലെ ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.